ഗൈസ് ഞാൻ ആര്യക്കുട്ടനും കൂടെ പാട്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് ക്ലാസ് അവനാണെങ്കിലും ഞാനാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഈ ബ്ലാക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അങ്ങനെ ഇത് സൺസ്ക്രീനൊക്കെ പുരട്ടി. പിന്നെ ആര്യക്കുട്ടനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതുമാണ്. അമ്മ ആണെങ്കിൽ കട്ടക്കലിപ്പിലാണ് ഗൈസ് രാവിലെ എഴുന്നേറ്റ് ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഇത് കണ്ട് ഈ കമ്മൽ ചെട്ടികുളങ്ങര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചെട്ടികുളങ്ങര വ്ളോഗ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. പിന്നെ ഞാൻ ലിപ് ബാം വരട്ടുവാണ് കേട്ടോ ഗൈസ്, ബേബി ലിപ് ബാമാണ്. ലിപ്സ്റ്റിക്ക് വരട്ടണം. അപ്പോൾ അത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക് അടിപൊളിയാണല്ലോ എവിടെ നിന്ന് വാങ്ങിച്ചാന്നൊക്കെ. പിന്നെ സൺസ്ക്രീം ഇതാണ് കേട്ടോ, സൺബാൻ്റെ. ഭയങ്കര വെയിലല്ലേ, ഒരു കട്ട വെയിലാണ് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലാണ്, കൈയൊക്കെ നന്നായിട്ട് കറക്കുന്നുള്ളൂ. ഇന്ന് ബ്ലാക്ക് സ്റ്റഡ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ മുടിയൊക്കെ ഒന്ന് തോർത്തുവാണ്. രാവിലെ ആര്യക്കുട്ടനെ പാട്ട് ക്ലാസ്സിന് വിട്ടിട്ട് വേണം എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ, ഒരു വഴിപാടുണ്ട്. അപ്പോൾ ഈ ചുരിദാറാണെങ്കിൽ ഞാൻ ഇവിടെ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഗൈസ്. കുറേ നാളായത് വാങ്ങിച്ചിട്ട്. അപ്പം ഇത് ഞാൻ ഷോർട്സാണ് കേട്ടോ എൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ ആണെങ്കിൽ പഴവീട് അമ്പലത്തിൽ പോയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. പിന്നെ രാസ്നാഥ് ഞങ്ങൾ എപ്പോഴും ഇടും കേട്ടോ, ആര്യക്കുട്ടനെ ഞാൻ ഇട്ട് കൊടുക്കും. അത് ശീലമായി. പിന്നെ അത് ഇട്ടില്ലെങ്കിൽ ഭയങ്കര തലവേദന പോലെയാണ്. പിന്നെ ഈ ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതുമാണ് കേട്ടോ കഴിക്കുന്നത്. രാവിലെ അമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ ഭയങ്കര മടിച്ചിയായി മാറിക്കൊണ്ടിരിക്കുവാണ്. ഒരു സാധനം ഉണ്ടാക്കാൻ തോന്നത്തില്ല കേട്ടോ. പിന്നെ ആര്യക്കുട്ടനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഒരു സൗണ്ട് കേട്ടിട്ട് വീട്ടിലോട്ട് പോയപ്പോൾ ഈ ചേച്ചി വന്നത്. ടിക്കറ്റ് എടുക്കാനാ? വണ്ടി എടുത്തിട്ടില്ലടാ അവിടെ പോയി. ഞാൻ എപ്പോഴും നിന്റെ കാര്യം ചോദിക്കും. പിള്ളേരൊക്കെ എവിടെയാ? മോനല്ലേ, മോനിപ്പോ ഒമ്പതിലോട്ട്. ആണോ? ഞാനിപ്പോ അങ്ങ് എന്ത് പറ്റി വണ്ടി ഇടിച്ച? അവിടെ ജോലിയും കഴിഞ്ഞ് തിരുമല നൂടും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നു. ബൈക്ക് വന്ന് ഇടിച്ച് കമന്നങ്ങ് വീഴും. പല്ലും പോയി, കമ്പി ഇട്ടു. ഞാനൊക്കെ 6 മാസം കഴിഞ്ഞ് ജോലി. അപ്പം ഇത് മോന്റെ ടിക്കറ്റാ. ഇത് വിറ്റുകൊണ്ടാ മോനെന്തെങ്കിലും തരും. ചേച്ചിയാണ് ലോട്ടറി വിൽക്കാൻ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിക്ക് ഉപ്പുമാവ് കുറച്ചുണ്ടായിരുന്നത് കൊടുത്തു, കുറച്ചുണ്ടായിരുന്നുള്ള ഏത്തയ്ക്ക പുഴുങ്ങിയതും കൊടുത്തിട്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്ക് 3 വേണ്ടായിരുന്നു, 2 മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ചേച്ചിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആര്യക്കുട്ടനെ പാട്ട് ക്ലാസ്സിനാക്കി. പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോയതാണ് കേട്ടോ, തിരുവിളക്ക് അമ്പലത്തിലാണ് പോയത്. അപ്പോൾ അവിടെ ആണെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത മാസം അവിടെ ഉത്സവമാണ്. ആര്യക്കുട്ടനാണെങ്കിൽ പാട്ട് ക്ലാസ് 11:30 വരെ എങ്ങാണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ആര്യക്കുട്ടനാണെങ്കിലും ഉണ്ടല്ലോ അടുത്ത മാസം പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനെ കൊണ്ടൊന്ന് പാട്ട് പാടിക്കണം ഈ അമ്പലത്തിലെന്ന്. പിന്നെ തിരുമേനിയോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഫ്രൈഡേ പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണണം. പിന്നെ ഞങ്ങളുടെ പാട്ട് ക്ലാസ്സിലെത്തി കേട്ടോ. അപ്പോൾ സാറോടെ ഭയങ്കര ബിസിയായിട്ട് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറവാട് അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. അവിടെ നിന്ന് കൊടിയേറ്റ് സദ്യ ഉണ്ട്. അപ്പം അത് കഴിക്കാൻ വേണ്ടി പോകണം. പിന്നെ ഞാൻ വ്ളോഗും ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ വന്നൊന്ന് കാണണം, എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ആര്യക്കുട്ടൻ്റെ പാട്ട് ക്ലാസ് അപ്പം തീരാറായി. ആര്യക്കുട്ടൻ്റെ അവിടെ മറഞ്ഞിരിപ്പുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി. ചിലപ്പോൾ അവനൊക്കെ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതാണ് അവൻ. അപ്പം ഇന്ന് ഉച്ചവരെയുള്ള വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.